ഇന്ന് അപ്പുമോന് തീരെ വയ്യാണ്ടായൊരു ദിവസമാണ് കേട്ടോ. നല്ല പനിയും ചുമയൊക്കെയാണ് ആൾക്ക്. അപ്പം ഞാൻ വിചാരിച്ചു അവനെ കൊണ്ട് ഇത്തിരി ആവി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് തുളസീൻ്റെ ഇലയും പന്നീർ കൂർക്കൻ്റെ ഇലയും പിന്നെ ഇത്തിരി ബേബി റവിൻ്റെ വിക്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ആവി പിടിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആവി പിടിക്കുന്ന സമയത്ത് അവൻ കുറച്ച് ദൂരെ നിന്നിട്ട് ആവി ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാനതിങ്ങനെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വെച്ചപ്പോൾ അവന് പേടിയായിട്ട്, നല്ല ചൂടുണ്ട്, അതാണ് അവനിങ്ങനെ മാറി നിൽക്കുന്നത്. ആളങ്ങനെ ആവിയൊക്കെ പിടിച്ചോളൂ കേട്ടോ. ആവി പിടിക്കാനോ നെബ് പിടിക്കാനോ മരുന്ന് കുടിക്കാനോ ഗുളിക കഴിക്കാനോ ഒന്നും മടിയില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ ആള്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര കുറച്ചൊരു ആശ്വാസമാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ മോള്. ഒരു മരുന്നോ ഗുളികയോ എന്തിനും ആവി കൂടി അവൾ പിടിക്കൂല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ ഭയങ്കര ടെൻഷനാണ് എനിക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇരുന്ന് ആവി പിടിക്കാൻ കേട്ടോ. ഞങ്ങളിങ്ങനെ ഇരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അത് മ്യൂട്ട് ചെയ്ത് വെച്ച് എന്താണെന്ന് വെച്ചാൽ അവിടെ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആളിരുന്ന് ഒരു 10-15 മിനിറ്റോളം അങ്ങനെ ഇരുന്ന് ആവിയൊക്കെ പിടിച്ചു കേട്ടോ. കുറച്ച് അതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട്, വന്ന് പിടിക്കുന്നുണ്ട്, അങ്ങനെയാണ് അവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അപ്പം മോനെ ഇങ്ങനെ ഒരു സോഫയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി മോനെ, എൻ്റെ അപ്പുട്ടിക്ക് വാവുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആന്നാണ് ഈ പറയുന്നത് കേട്ടോ, പനിയാണെന്നൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ് പനി എന്നൊക്കെ ചോദിച്ചപ്പോൾ കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ പനി അവിടെയാണെന്നാണ് ആൾ പറയുന്നത്. അങ്ങനെ ആവിയൊക്കെ പിടിച്ച് കുറച്ച് സമയം ഇരുന്നിട്ടോ ആളുടെ ചുമയ്ക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. ഒരു ഓട്ടോ വിളിച്ച് നേരെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാനും അപ്പു പിന്നെ കൂടെ ഞങ്ങളുടെ അമ്മുമോളും ഉണ്ട്. ആളെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും ഏത് വാഹനത്തിൽ പോവുകയാണെങ്കിലും കാറിലായാലും ബസ്സിലായാലും ഇങ്ങനെ സൈഡിൽ ഇരിക്കില്ല, നിന്നിട്ട് ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാനാണ് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കരുന്നിച്ചിലായിട്ടാണ് ഈ പോണത്. അപ്പോൾ പോകുന്നൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവന് ഒരാഴ്ച ഇപ്പോൾ തുടങ്ങിയിട്ട്, അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ഇല്ല, ഇന്ന് ലീവാണ്. പിന്നെ ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ അവിടെ നല്ല ക്യൂ, 2-3 മണിക്കൂർ നിന്നാലും തീരാത്ത ക്യൂ ആണ് കേട്ടോ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, അടുത്ത ഓട്ടോ വിളിച്ച് നേരെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലോട്ട് വന്നു കേട്ടോ. എറണാട് ഹോസ്പിറ്റലിലോട്ട് ഞങ്ങൾ വന്ന് അപ്പോൾ അവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ വലിയ ക്യൂ ഒന്നുമില്ല കേട്ടോ. അവിടെ 3 പേഷ്യൻ്റ് എങ്ങാനേ ഉള്ളൂ. അപ്പോൾ 4ാമത് നിങ്ങൾക്ക് പോകാമെന്ന് അവിടുത്തെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളത് വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാണ്ടായാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ പരീക്ഷിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകൽ. അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് വയ്യാണ്ടായപ്പോൾ എടുത്ത് അങ്ങനെ കൊണ്ടുപോകില്ല കേട്ടോ. ജലദോഷവും പനിയും ചുമയൊക്കെ വന്നാൽ ഞാൻ ആൻറ്റിബയോട്ടിക്കും പിന്നെ എന്തെങ്കിലും മരുന്നൊക്കെ കൊടുത്ത് കുറവില്ല, നമ്മളെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. അവനെന്നല്ല മോളെ, അതെ ഞാനായാലും അങ്ങനെ പോകാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഡോക്ടറൊക്കെ കാണിച്ചിട്ടോ. ഡോക്ടറെ കാണിച്ച വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ മരുന്നൊക്കെ എഴുതി തന്നു കേട്ടോ. അങ്ങനെ ഒരു CBC ESRലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് ബ്ലഡ് എടുത്തതിന് ശേഷമുള്ള ആഫ്റ്റർ കാഴ്ചയാണ് ഈ കാണുന്നത്. ആൾക്ക് ഭയങ്കര വേദന എടുത്തു കേട്ടോ, അതാണ് ഈ കരയുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പുറപ്പെട്ടു കേട്ടോ. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.